നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് അതിരാവിലെ ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു പ്രത്യേക വിമാനം പറന്നിറങ്ങി. ആ വിമാനത്തിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതിലുണ്ടായിരുന്നത് CBIയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥന്മാരും ഒപ്പം ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയുമായിരുന്നു. ആ വിമാനം പറന്നിറങ്ങിയ ഉടൻ തന്നെ വിമാനത്തിൽ നിന്നും മിഷൻ സക്സസ് എന്നൊരു സന്ദേശം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ ഓഫീസിലേക്ക് പോയി. അജിത് ഡോവൽ പിന്നീട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും അതേ സന്ദേശം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിക്കുള്ള സന്ദേശമനുസരിച്ച് നമ്മൾ ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി എന്നായിരുന്നു. ഈ അന്താരാഷ്ട്ര കുറ്റവാളിയെ അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകുന്നു. അയാളിപ്പോൾ അതീവ സുരക്ഷാ കേന്ദ്രത്തിലാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെയും അതുപോലെ തന്നെ NIAയുടെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. പല വിലപ്പെട്ട വിവരങ്ങളും ഇയാളിൽ നിന്ന് ലഭിക്കും എന്നാണ് സൂചന. ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഈ അന്താരാഷ്ട്ര കുറ്റവാളി സാക്ഷാൽ സലിം ദോലയായിരുന്നു. ഇന്ത്യ വർഷങ്ങളായി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന, തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന, ഇന്ത്യക്കെതിരെ എപ്പോഴും പാകിസ്ഥാൻ എടുത്തു പ്രയോഗിക്കുന്ന, പാകിസ്ഥാൻ എല്ലാവിധ സുരക്ഷയും നൽകി പാർപ്പിച്ചിരിക്കുന്ന ദാവൂദ് ഇബ്രാഹിം എന്ന അണ്ടർവേൾഡ് കിങ്ങിൻ്റെ വലങ്കൈയാണ് ഈ സലിം ദോല. ദാവൂദ് ഇബ്രാഹിമിൻ്റെ D കമ്പനിയുടെ എല്ലാവിധ ഗ്ലോബൽ നട്കോട്ടിക് ഓപ്പറേഷൻസിൻ്റെയും ചുക്കാൻ പിടിക്കുന്ന മാസ്റ്റർ മൈൻഡാണ് ഈ സലിം ദോല. സലിം ദോലയാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ ചില അന്താരാഷ്ട്ര ഏജൻസികളും പങ്കെടുത്ത സംയുക്ത ഓപ്പറേഷനിലൂടെ പിടിച്ച് ചങ്ങലക്കിട്ട് ഇന്ന് ദില്ലി വിമാനത്താവളത്തിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. സംഭവങ്ങളുടെ തുടക്കം മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പോലീസ് റെയ്ഡിലാണ്. പോലീസിന് ലഭിച്ച ആ രഹസ്യ വിവരത്തെ തുടർന്ന് അവർ ഒരു റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡിൽ ഒരു ലഹരി വ്യാപാര സംഘം തന്നെ പിടിയിലാകുന്നു. ആ സംഘത്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത് 126 കിലോഗ്രാം മെഫെഡ്രോൺ ആണ്. ഇത് വലിയ തീവ്രതയുള്ള ഒരു കെമിക്കൽ അല്ലെങ്കിൽ സിന്തറ്റിക് ലഹരി മരുന്നാണ്. ഒപ്പം ഏതാണ്ട് 25 ലക്ഷം രൂപയും ഈ സംഘത്തിൽ നിന്നും പോലീസ് പിടിച്ചെടുക്കുന്നു. ഇവർ കേവലം ഒരു ലഹരി വ്യാപാര ശൃംഖല അല്ല, അല്ലെങ്കിൽ ലഹരി വ്യാപാര സംഘമല്ല എന്നും അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഒരു വലിയ ശൃംഖലയുടെ കണ്ണികളാണ് എന്നും പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് ബോധ്യപ്പെടുന്നു. പിന്നീട് പോലീസ് ഇവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുന്നു. ഇവർക്ക് ഭീകരബന്ധമുണ്ടെന്നും ഇവർക്ക് വിദേശ ബന്ധമുണ്ട് എന്നും കണ്ടെത്തുന്നു. തുടർന്ന് ഈ കേസ് മഹാരാഷ്ട്ര ATSന് പോകുന്നു. ATSൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത് മറ്റൊന്നുമായിരുന്നില്ല. ഇവർ സാധാരണ ലഹരി വ്യാപാര സംഘമല്ല, മറിച്ച് സാക്ഷാൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ D കമ്പനിയുടെ ഭീകരന്മാരാണ് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നു, പോലീസിന് മനസ്സിലാകുന്നു. അതിനുശേഷം അവർ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ സംഘത്തെ ഉപയോഗിച്ച് പിന്നീട് കളിച്ചത് വലിയൊരു കളി തന്നെയായിരുന്നു. ഈ സംഘത്തിന് നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നത് സാക്ഷാൽ സലിം ദോല. പിന്നീട് ഒട്ടും അമാന്തിച്ചില്ല. സലിം ദോലയ്ക്കായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ വലവിരിച്ചു. ഇന്റർപോളിൻ്റെ സഹായത്തോടുകൂടി റെഡ് കോർണർ നോട്ടീസ് അയച്ചു. അതിനുശേഷം സലിം ദോല ഈ നിർദ്ദേശങ്ങൾ മുഴുവനും നൽകിയിരുന്നത് അയാളുടെ ഒളിത്താവളത്തിൽ നിന്നായിരുന്നു എന്ന് മനസ്സിലായിരുന്നു. ഈ ഒളിത്താവളം വിദേശത്തായിരുന്നു, തുർക്കിയിലായിരുന്നു. തുർക്കിയിലെ ഇസ്താംബൂളിൽ ഒളിച്ചിരുന്നു കൊണ്ടാണ് ഇയാൾ ഇന്ത്യയിലെ D കമ്പനിയുടെ ശൃംഖലകളെ അടക്കം നിയന്ത്രിച്ചിരുന്നത്. ഇയാളുടെ എല്ലാവിധ ആശയവിനിമയവും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പിടിച്ചെടുക്കുന്നു. ഏറ്റവും ഒടുവിലായി ആ സംയുക്ത ഓപ്പറേഷന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ തീരുമാനിക്കുന്നു. ഇന്റർപോളിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെയും ഇസ്താംബുൾ പോലീസിൻ്റെ നട്കോട്ടിക് ക്രൈം വിഭാഗത്തിൻ്റെയും പിന്തുണയോടുകൂടി, അല്ലെങ്കിൽ ഇവരുടെ എല്ലാം ഒരു സംയുക്ത ഓപ്പറേഷൻ പിന്നീട് ഇസ്താംബൂളിൽ നടന്നു. ആ ഓപ്പറേഷനിലാണ് ഈ പറയുന്ന സലിം ദോല കഴിഞ്ഞ ഏപ്രിൽ 25-ന് പിടിയിലാകുന്നത്. ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് നാടുകടത്താൻ ഇസ്താംബൂൾ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ, കഴിഞ്ഞ ദിവസം അവർ അവിടെ നിന്ന് തിരിക്കുന്നു, ഇന്ന് രാവിലെയോടുകൂടി ദില്ലി വിമാനത്താവളത്തിൽ പറന്നെത്തുന്നത്. ഇതാണ് ഇന്ത്യയുടെ സക്സസ് സ്റ്റോറി. അതായത് ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോക
കുറ്റവാളി, കൊടും ഭീകരൻ ദാവൂദ് ഇബ്രാഹിം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയുടെ ഒരു പിടികിട്ടാപ്പുള്ളിയായിരുന്നു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഇന്ത്യയുടെ മറ്റ് അന്വേഷണ ഏജൻസികളുമെല്ലാം തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ഒരു ഭീകരനാണ് ദാവൂദ് ഇബ്രാഹിം. മുംബൈയിൽ സ്ഫോടന പരമ്പര അടക്കം നടത്തിയിട്ടുള്ള കൊടും കുറ്റവാളിയാണ്. അതിനുശേഷം ഇന്ത്യയിൽ നിന്നും നാടുവിട്ട് പാകിസ്ഥാനിൽ സുരക്ഷിതമായി കഴിയുന്ന വ്യക്തിയാണ് ദാവൂദ് ഇബ്രാഹിം. പാകിസ്ഥാൻ്റെ ഭരണകൂടവും പാകിസ്ഥാൻ പട്ടാളവും പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളും എല്ലാം ചേർന്നാണ് ഇയാൾക്ക് വൻ സുരക്ഷ നൽകുന്നത്. ദാവൂദ് ഇബ്രാഹിമിന് ഇന്ത്യയിൽ പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിൽ വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്, ചില രാഷ്ട്രീയ ബന്ധങ്ങളടക്കമുണ്ട്. ഇതുപയോഗിച്ചുകൊണ്ട് ഇയാൾ ഇന്ത്യയിൽ പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് തന്നെ നടത്തി വരികയായിരുന്നു. ദാവൂദ് ഇബ്രാഹിമിനെ പാകിസ്ഥാനിൽ നിന്നും പിടികൂടാനുള്ള പല ശ്രമങ്ങളും ഇന്ത്യ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു കൈ വരെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഏതോ ശക്തികൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളെ തടഞ്ഞിരുന്നു. അത് ഈ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സ്വാധീന വലയത്തിലുള്ള ശക്തികളായിരിക്കാം. എന്തായാലും ഇന്ത്യക്ക് ഇതുവരെ പിടികൊടുക്കാൻ കഴിയാത്ത രീതിയിൽ പാകിസ്ഥാൻ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു ഭീകരനാണ് ദാവൂദ് ഇബ്രാഹിം. ദാവൂദ് ഇബ്രാഹിം ഇപ്പോഴും പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള നട്കോട്ടിക് ബിസിനസ് അടക്കം ലോകമെമ്പാടും നടത്തി വരുന്നുണ്ട്. അങ്ങനെയുള്ള മയക്കുമരുന്ന് വ്യാപാരം, കോടിക്കണക്കിന് രൂപയുടെ സിന്തറ്റിക് മയക്കുമരുന്ന് വ്യാപാരം ആഗോളതലത്തിൽ തന്നെ ഇരുന്ന് നിയന്ത്രിക്കുന്ന ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനിയുടെ ഏറ്റവും അവിഭാജ്യ ഘടകമായ ദാവൂദ് ഇബ്രാഹിമിൻ്റെ വലം കൈയായി മാറിയ ഒരു വ്യക്തിയാണ് സലീം ദോല. ആ സലീം ദോലയാണ് ഇന്ന് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ചങ്ങലക്കിട്ട് ദില്ലിയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ സലീം ദോലയെ ചോദ്യം ചെയ്തു വരികയാണ്. കിട്ടുന്ന ഓരോ വിവരവും ഡി കമ്പനിയെ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ദാവൂദ് ഇബ്രാഹിമിൻ്റെ സുരക്ഷ പാകിസ്ഥാൻ അധികൃതർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. ദാവൂദ് ഇബ്രാഹിമും അതുപോലെ തന്നെ ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടാളികളെയും പാകിസ്ഥാൻ വൻ സുരക്ഷ നൽകി പാർപ്പിച്ചിരിക്കുകയാണ്. ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഭീകരന്മാർ പോലും അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുമ്പോൾ ദാവൂദ് ഇബ്രാഹിമിനെ വലിയ സുരക്ഷയിലാണ് പാകിസ്ഥാൻ ഇപ്പോഴും പാർപ്പിച്ചിരിക്കുന്നത്. ദാവൂദ് ഇബ്രാഹിമിനെ എത്രയും വേഗം ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒളിത്താവളങ്ങൾ പലതവണ പാകിസ്ഥാൻ മാറ്റിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ദാവൂദ് ഇബ്രാഹിം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ്. ഇയാളുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട നിരവധി ഗുണ്ടാ സംഘങ്ങളെയും കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഭീകരവിരുദ്ധ ഏജൻസിയായ NIA അറസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ ലഹരി സംഘത്തെ മുംബൈയിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അല്ലെങ്കിൽ ഇവരിൽ നിന്ന് ലഭിച്ച അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അപഗ്രഥിച്ചതിൽ നിന്നാണ് ഈ സലീം ദോലെ തുർക്കിയിൽ കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതെന്നും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഇയാളുടെ പൊസിഷൻ ഇസ്താംബൂളിൽ എവിടെയാണ് എന്ന് കൃത്യമായി ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡേറ്റകളും അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾ ദോലയുടെ കൃത്യമായ പൊസിഷൻ കണ്ടെത്തുന്നതും അതിന് ഇസ്താംബൂൾ പോലീസ് അവരെ സഹായിക്കുന്നതും. നമുക്കറിയാം തുർക്കി എന്നത് ഇന്ത്യയുമായി വളരെ സുഹൃത്ത് ബന്ധമുള്ള രാജ്യമൊന്നുമല്ല. അത് മാത്രമല്ല പാകിസ്ഥാനുമായി അടുത്തു നിൽക്കുന്ന രാജ്യം കൂടിയാണ് തുർക്കി. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ തുർക്കി പാകിസ്ഥാനെ അനുകൂലിച്ചതും ഇന്ത്യക്കെതിരായി ആക്രമണം നടത്താനായി ഡ്രോണുകൾ നൽകിയതെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിൽ പാകിസ്ഥാനെ എപ്പോഴും പിന്തുണയ്ക്കുന്ന, ജമ്മു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്ന, ഭീകരവാദത്തിൻ്റെ വിഷയത്തിൽ പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്ന, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയെ ചതിച്ച് ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണം നടത്താൻ പാകിസ്ഥാനെ സഹായിച്ച രാജ്യമാണ് തുർക്കി. ആ തുർക്കിയിൽ നിന്ന് പോലും ഇന്ത്യക്ക് ഇന്ത്യ വിരുദ്ധ ഭീകരനെ പൊക്കിക്കൊണ്ട് ദില്ലിയിലേക്ക് വരാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായും അത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഒരു മഹാവിജയം തന്നെയാണ് എന്ന് വിലയിരുത്തപ്പെടും.